100 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് CPI. പക്ഷെ അവർ ഇപ്പോൾ വലിയ തകർച്ചയിലാണ്. അതിൻ്റെ റിപ്പോർട്ടുകളാണല്ലോ പുറത്തു വരുന്നത്. അംഗത്വം എടുക്കാൻ പോലും ആളില്ല. പല ബ്രാഞ്ചുകളും പിരിച്ചുവിടേണ്ട അവസ്ഥയിലാണ്. എന്താണ് സംഭവിക്കുന്നത്? നാം ഇനി ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം ഈ പാർട്ടിയെ കാണേണ്ട ഗതികേടിലേക്കാണ് പോകുന്നത്. അങ്ങനെ എന്ന് മറുപടി പറയേണ്ടി വരും. കാരണം ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ രാഷ്ട്രീയ ചരിത്ര താളുകളിലേക്ക് മറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 100 വർഷം മുമ്പ് 1925 ക്ഷമിക്കണം 1925 ഈ പാർട്ടി ഇന്ത്യയിൽ ആരംഭിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളോടുകൂടി അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ, പിന്നാക്ക ജനങ്ങളുടെ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയവരുടെ, അരികു ചേർന്ന് പോയവരുടെ ഒക്കെ പ്രതീക്ഷയായിരുന്നു ഈ പാർട്ടി. പ്രത്യേകിച്ച് കർഷകർക്കും തൊഴിലാളികൾക്കും ഇത് വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടതും ആദ്യകാലത്ത് പ്രവർത്തിച്ചത്. നിരവധി തവണ ഭരണകൂടങ്ങളിൽ നിന്ന് നിരോധനം അവർക്ക് നേരെ ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്തും ഒക്കെ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടു. പക്ഷെ അന്നു മുതൽ തന്നെ, ഈ ആരംഭിച്ച കാലം മുതൽ തന്നെ ഇവരുടെ പ്രവർത്തനത്തിൽ ചില വൈകല്യങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും ഇന്ത്യൻ പാരമ്പര്യത്തോട് മുഖം തിരിച്ചു നിന്ന ഒരു പാർട്ടിയാണ് ഇവർ. സോവിയറ്റ് പ്രേമല്ലേ? എപ്പോഴും അവർക്ക് ഒരു വാഗ്ദത്ത ഭൂമി സോവിയറ്റ് യൂണിയനാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്താൽ അവരൊരിക്കലും ചൈനീസ് പാരമ്പര്യത്തെയോ അവരുടെ ആ ബുദ്ധമതത്തെയോ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോവിയറ്റ് യൂണിയനിലാണോ രൂപീകരിച്ചത് അതോ ഇന്ത്യയിലാണോ രൂപീകരിച്ചതെന്ന അതെ, അങ്ങനെ ഒരു അതായത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന MN റോയുടെ നേതൃത്വത്തിൽ ഇത് സോവിയറ്റ് യൂണിയനിലാണ് ഇത് രൂപീകരിച്ചതെന്നൊരു വാദമുണ്ട്. അല്ല, ഇത് ഇന്ത്യയിൽ വെച്ച് രൂപീകരിച്ചു. പിന്നീട് ഇത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പിന്നീട് ഇന്ത്യയിൽ വെച്ച് ഇത് ഒന്നുകൂടെ രൂപീകരിച്ചു എന്നൊക്കെയുള്ള, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും 1925 മുതൽ ഈ ആശയം, കമ്മ്യൂണിസ്റ്റ് ആശയം ഇന്ത്യയിലുണ്ട്. അന്ന് മുതൽ പ്രവർത്തിക്കുന്നു. നമുക്ക് ആ കാലം തൊട്ട് തന്നെ എടുക്കാം. ഇത് 2025 100 വർഷം പൂർത്തിയാകുന്നു. ഈ 100 വർഷം പൂർത്തിയാകുമ്പോൾ ഈ പാർട്ടി ഇന്ന് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അവർക്ക് പ്രവർത്തനമുണ്ടായിരുന്നു, വേരുകളുണ്ടായിരുന്നു, നിരവധി MLA മാരുണ്ടായിരുന്നു, MP മാരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു പാർട്ടിയാണ് ഇന്ന് കേരളത്തിലെ ഏതാനും ചില വിരലിലെണ്ണാവുന്ന ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. പ്രധാനമായിട്ടും കൊല്ലത്തും തൃശ്ശൂരുമാണ് അവരുടെ പ്രവർത്തനമുള്ളത്. പിന്നെ തിരുവനന്തപുരത്ത് അല്പമുണ്ട്. പിന്നെ പറയാം നമുക്ക് ഏതെങ്കിലുമൊക്കെ ചില ജില്ലകളിൽ ഇപ്പോൾ അവരുടെ ചില MLA മാർ, ഉദാഹരണത്തിന് അടൂര് അവരുടെ MLA ഉണ്ട്. അങ്ങനെ ചില മണ്ഡലങ്ങളിൽ മാത്രം, നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് അവർ ജയിച്ചു വരുന്നു. പകരം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള CPM-നെ പോലെ പ്രവർത്തനമുള്ളൊരു പാർട്ടിയാണ് CPI എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ അത്ര പരിതാപകരമാണ്, ദയനീയമാണ്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് അവരുടെ അംഗസംഖ്യ, പാർട്ടി മെമ്പർമാരുടെ എണ്ണം 1,75,000-ൽ നിന്നും 1,52,000 കുറഞ്ഞിരിക്കുന്നു എന്നാണ്. വലിയ തോതിൽ അംഗങ്ങൾ കൊഴിഞ്ഞു പോകുന്നു. പുതുതായിട്ട് ആൾക്കാർ അംഗത്വം എടുക്കുന്നില്ല. ഈ രണ്ട് പ്രതിസന്ധികളും അവർക്ക് നേരെ ഉണ്ട്. വലിയ വെല്ലുവിളിയാണ് ഈ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 10 ലക്ഷം അംഗത്വം ലക്ഷ്യം വച്ചിരുന്ന സാഹചര്യത്തിലാണ് ഈ കേരളത്തിൽ ഭരണപങ്കാളിത്തമുള്ള ഈ പാർട്ടിക്ക് ഇത്ര വലിയ തിരിച്ചടി നേരിടുന്നത്. അവർ 10 ലക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല, കുറയുകയാണ് ചെയ്തത്. അതെ, 10 ലക്ഷം അണികളെ അംഗത്വം എടുപ്പിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ പാർട്ടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ കേരളത്തിൽ ഈ എപ്പോഴൊക്കെ LDF ഭരിക്കാൻ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ ഭരണത്തിൻ്റെ ഭാഗമായിരുന്നു. മുമ്പ് 1980-ലാണ് ഈ LDF എന്ന് പറയുന്ന ആ സംവിധാനത്തിലേക്ക് CPI വരുന്നത്. അതിനു മുമ്പ് അവർ UDF-ലായിരുന്നു. 1964-ൽ പാർട്ടി പിരിഞ്ഞ് CPM എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ടി ഉണ്ടായി. അങ്ങനെ അന്ന് വലിയ പ്രതിസന്ധി നേരിട്ട CPI നിലനിൽപ്പിന് വേണ്ടി അന്ന് ഈ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടിയ കാഴ്ച കേരളം കണ്ടതാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി അവർ കേരളത്തിൽ ഭരിക്കാൻ വന്നിരുന്നു. അന്ന് അങ്ങനെ ഭരിച്ച് മുന്നോട്ട് പോയ പാർട്ടിയാണ് ഇന്നിപ്പോൾ വലിയ പ്രതിസന്ധി, നിലനിൽപ്പിനായിട്ട് പ്രാണവായു തേടുന്ന ഒരവസ്ഥയിൽ ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എത്ര നാൾ അങ്ങനെ ഊർജ്ജശ്വാസം വലിച്ച് ആ പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പാർട്ടിക്ക് കണ്ടമാനം അംഗത്വം
പുതുക്കുന്നതിലും അതുപോലെ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിലും കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് വലിയ വെല്ലുവിളിയാണ്. കണ്ണൂരിൽ ഉൾപ്പെടെ, കണ്ണൂരിലും ഈ പാർട്ടിക്ക് ഇപ്പോഴും വേരോട്ടമുണ്ട്. കണ്ണൂരിൽ ഉൾപ്പെടെ പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുന്നു. പുതുതായിട്ട് ആരും ഈ ചേരുന്നില്ല പാർട്ടികളെ എന്നുള്ളതാണ്. അണികളെ വിഴുങ്ങുന്നത് CPM ആണോ അതോ പുതുതായി വളർന്നു വരുന്ന ഏതെങ്കിലും പാർട്ടികളാണോ? അല്ല, ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, പൊതുവെ കമ്മ്യൂണിസം എന്ന ആശയം കേരളത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ BJPയുടെ കടന്നുവരവ് കേരളത്തിൽ, അതുപോലെ കാരണം നരേന്ദ്രമോദി CPM തന്നെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തോടു കൂടി അവരും ഈ ഇടതുപക്ഷത്തിൽ നിന്ന് വലതുപക്ഷത്തിലേക്കുള്ള ഒരു മാറ്റം ഇപ്പൊ അങ്ങനെ ഒരു പ്രകടിപ്പിക്കുകയാണ്. ഇടതുപക്ഷം എന്ന ഒരു പക്ഷമില്ല. വാസ്തവത്തിൽ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നവരും വൻകിട മുതലാളിത്തത്തിൻ്റെ ഈ അവർ പറയുന്ന ബൂർഷകളുടെ, അവർ പറയുന്ന കുത്തക മുതലാളിമാരുടെ, കോർപ്പറേറ്റ് മുതലാളിമാരുടെ വാലാട്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ഈ പറച്ചിലിലും അല്ലെങ്കിൽ അവരുടെ എഴുതി വെക്കുന്ന രേഖകളിലും മാത്രമേ കമ്മ്യൂണിസം ഇന്നുള്ളൂ. അല്ലാതെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം ഇന്ന് ഈ പാർട്ടികൾക്ക് പോലും കൈമോശം വന്നിരിക്കുന്നു. അങ്ങനെ ഈ ചരിത്രത്തിൽ ആശയപരമായിട്ട് തന്നെ വലിയ പാപ്പരത്വം നേരിടുന്ന ഒരവസ്ഥയിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഈ മറ്റ് ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ CPI ML പോലെയുള്ള പാർട്ടികളുണ്ട്. അവർ ആയുധമെടുത്ത് പോരാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ഈ ഈ അംഗത്വ ഇടിവ് വലിയ രീതിയിൽ ഈ വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിലും ഒക്കെ ചർച്ചയാവും. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനത്തിലും അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിലും ഒക്കെ ഈ കൊഴിഞ്ഞുപോക്ക്, ഈ അംഗത്വം കുറഞ്ഞതുകൊണ്ട് ചില ബ്രാഞ്ചുകൾ പോലും പൂട്ടിപ്പോയി എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇത് വലിയ പ്രതിസന്ധി പാർട്ടി സമ്മേളനങ്ങളിൽ ഉണ്ടാക്കും എന്ന് തീർച്ചയാണ്. നേരത്തെ കഴിഞ്ഞ തവണ മുമ്പ് കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ പാർട്ടിക്ക് അംഗങ്ങൾ കൂടുതലായിട്ട് ചേരുകയും പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ അതത് കാലത്തെ ആ കാലത്തെ സമ്മേളനങ്ങളിൽ, പാർട്ടി കോൺഗ്രസ്സിൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ രേഖയായതാണ്. പക്ഷേ ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ, ബിനോയ് വിശ്വമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി, ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി വലിയ ഒരു പിന്നോട്ടടിച്ചിരിക്കുകയാണ്. പാർട്ടിയെ വലിയ പ്രതിസന്ധിയാണ് പാർട്ടി നേരിടുന്നത്, വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് എന്ന് എതിർപക്ഷം, ഈ ഇസ്മയിൽ എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷം, CPIക്കകത്തും പല ഗ്രൂപ്പുകളുണ്ട്, അതിൽ ഈ ഇസ്മയിൽ പക്ഷം ആരോപിക്കുന്നു. അത് ബിനോയ് വിശ്വത്തിൻ്റെ കഴിവുകേടായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ചിത്രീകരിക്കുന്നത്. എന്തായാലും ഈ മെമ്പർഷിപ്പ് പുതുക്കൽ, അതുപോലെ പുതിയ മെമ്പർമാരെ ചേർക്കൽ, അതിൻ്റെ സൂക്ഷ്മ പരിശോധന ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ 2024 ജൂൺ ജൂലൈ മുതൽ ആരംഭിച്ച ഒരു പ്രക്രിയയിൽ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ, നേതാക്കളെ പോലും അമ്പരപ്പിക്കുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത്. ഈ അംഗത്വത്തിൽ ഈ വർഷം, കഴിഞ്ഞ വർഷം കുറവുണ്ടായിട്ടുണ്ട്, ഈ വർഷം അതിനേക്കാൾ വലിയ കുറവുണ്ടാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ ബിനോയ് വിശ്വത്തിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ നേതൃത്വവും CPIക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ചെയ്യുന്നില്ല എന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന്. മാത്രമല്ല ഈ CPMനോടൊപ്പം നിന്ന് ഈ ഭരണത്തിൽ പങ്കാളിയായി നിന്ന് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഈ പിണറായി വിജയൻ്റെ ഒരു ഏറാൻ മൂളികളായി മാത്രം നിൽക്കാൻ, വലിയേട്ടൻ്റെ ഏറാൻ മൂളികളായിട്ട് അനുജന്മാർ നിൽക്കുന്നത് പോലെ ഏറാൻ മൂളികളായിട്ട് നിൽക്കാൻ മാത്രമേ CPIക്ക് കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ പറയുന്നുണ്ട്, ഇപ്പോഴല്ലെങ്കിൽ പോലും ഭാവിയിൽ എപ്പോഴെങ്കിലും CPM വിട്ടിട്ട് LDF വിട്ടിട്ട് UDFിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ സാധിക്കില്ല. വിരലിലെണ്ണാവുന്ന സീറ്റിലെങ്കിലും ഈ പാർട്ടിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതി തുടരണമെങ്കിൽ അവർക്ക് LDFിൽ നിന്നാൽ സാധിക്കില്ല, അതിന് UDFിനെ ആശ്രയിക്കേണ്ടി വരും എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എത്ര ബ്രാഞ്ചുകളാണ് CPIക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അതിലൂടെ എത്ര കമ്മിറ്റികൾ മുന്നോട്ട് പോകുന്നതോറും അത് ജില്ലാ കമ്മിറ്റികളിലേക്ക് വരെ എത്തും. എന്തായാലും BJPയുടെ കടന്നുവരവും വളർച്ചയും ഒക്കെ ഈ പാർട്ടിയെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്.